അഫ്താബ് ആ ആഗ്രഹത്തിന് ചെവി കൊടുത്തില്ല. ഇത് ഇരുവർക്കുമിടയിൽ കലഹത്തിനിടയാക്കി. വഴക്കുകൾ പിന്നീട് ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് വഴിമാറി. ഇതിനിടെ 2022 മാർച്ചിൽ ഇരുവരും ഡൽഹിയിലേക്ക് താമസവും മാറി. പിന്നീട് ശ്രദ്ധയെപ്പറ്റി വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മകളെ 2.5 മാസമായി കാണാനില്ലെന്ന് തിരിച്ചറിഞ്ഞ ശ്രദ്ധയുടെ പിതാവ് വികാസ് വാക്കർ മഹാരാഷ്ട്രയിലെ മാണിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഈ അന്വേഷണം മഹാരാഷ്ട്ര പോലീസ് ഡൽഹി പോലീസിന് കൈമാറി. ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മെയ് മാസം പകുതിയോടെ ശ്രദ്ധേയമായി വേർപിരിഞ്ഞെന്നും ഇപ്പോൾ താൻ തനിച്ചാണ് താമസിക്കുന്നതെന്നുമാണ് അഫ്താബ് പോലീസിനോട് പറഞ്ഞത്. തനിക്കെതിരെ അന്വേഷണം വരുമെന്ന് തിരിച്ചറിഞ്ഞ അഫ്താബ് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പലതവണ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു. എന്നിരുന്നാലും പോലീസിന് അന്വേഷണത്തിൽ ചില സുപ്രധാന വിവരങ്ങൾ ലഭ്യമായി. സാധാരണയായി ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്നും 2 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിരുന്ന അഫ്താബ് മെയ് മാസം താമസം മാറിയതിനെ തുടർന്ന് ഒരാൾക്കുള്ള ഫുഡ് മാത്രമായി വാങ്ങാൻ തുടങ്ങി. അഫ്താബിന്റെ ഇന്റർനെറ്റ് ഹിസ്റ്ററിയും ഇരുവരും ഉപയോഗിച്ച ഡേറ്റിംഗ് ആപ്പിന്റെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ശ്രദ്ധയുടെ തിരോധാനവും അഫ്താബിന്റെ മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസ് കണ്ടെത്തിയ വിവരങ്ങളും അഫ്താബിലേക്ക് തന്നെ അന്വേഷണം തിരികെ എത്തിച്ചു. ഇവിടെയാണ് ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്.